ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായി ക്ഷണിക്കുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ആശ്വാസം നൽകുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28-ഉം 29-ഉം നോക്കുമ്പോൾ നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നത്, ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കൈകളുടെ പ്രയത്നവും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേർ ഇട്ടു. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ലാമേക്കും ഭാര്യയും. അവർക്കുണ്ടായ പൈതൽ അവർക്ക് ആശ്വാസം നൽകുമെന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ അവർ അവന് നോഹ എന്ന് പേരിട്ടു. നോഹ അതായത് ആശ്വാസം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മാതാപിതാക്കളായ നാം ഓരോരുത്തരും അങ്ങനെ പ്രതീക്ഷിക്കുന്നവരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചിലർ കൃതാർത്ഥരാകുന്നു, ചിലർ നിരാശരാകുന്നു. മക്കളുടെ സംരക്ഷണത്തിലും പരിചരണത്തിലും സംതൃപ്തി കണ്ടെത്തുന്ന ഭാഗ്യശാലികളെക്കാൾ മക്കളുടെ അവഗണനയിലും നീരസത്തിലും നിരാശയും വേദനയും അനുഭവിക്കുന്നവരാണ് ഇന്ന് കൂടുതലുള്ളത്. മക്കളിൽ നിന്ന് അല്ലെങ്കിൽ സ്നേഹിതരിൽ നിന്നും ആശ്വാസം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. യോബ് സ്നേഹിതരിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിച്ചവനായിരുന്നു. എന്നാൽ അവന് ആശ്വാസ വാക്കുകളിലെ കഴിഞ്ഞും കൂടുതൽ കുത്തുവാക്കുകളാണ് അവരിൽ നിന്ന് ലഭിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചിലർ തിന്മ പ്രവർത്തിച്ചും സഹോദരങ്ങളെ പകച്ചും ആശ്വാസം കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. യേശാവ് ചെയ്തത് അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 42-ാം വാക്യം നോക്കുമ്പോൾ നമ്മൾ അതിൽ കൃത്യമായി കാണുന്നത്, മൂത്ത മകനായ യേശാവിന്റെ വാക്കുകൾ റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ചു. അവനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ യേശാവ് നിന്നെ കൊന്നു പക വീട്ടുവാൻ ഭാവിക്കുന്നു എന്ന് അവനോട് പറഞ്ഞതായി നാം ഇവിടെ കാണുന്നുണ്ട്. ചിലർ മദ്യത്തിലും മയക്കുമരുന്നിലും ആശ്വാസം നേടുന്നു. മറ്റു ചിലർ ചീട്ടുകളിയിലും വെറുതെ ഇരുന്നും ആശ്വാസം നേടുന്നു. ആശ്വാസം എന്നത് ഇമ്പകരമായ വാക്കാണ്. അത് സന്തോഷവും സുഖദായകവുമാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അതായത് മതി എന്ന വാക്കിലൂടെ നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. ആശ്വാസത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെ? അങ്ങനെ അന്വേഷിക്കുമ്പോൾ നസറായനായ യേശുവിൻ്റെ ശബ്ദം നാം കേൾക്കുന്നു. മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ത്രിയേക ദൈവമാണ് ആശ്വാസത്തിൻ്റെ ഉറവിടം. പിതാവാം ദൈവം ആശ്വാസപ്രദനാകുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പൗലോസ് ശ്ലീഹ പറയുന്നത് നമുക്ക് നോക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 16-ഉം 17-ഉം ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകുന്നത് നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ചു എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-5 വരെ വായിക്കുമ്പോഴും റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കുമ്പോഴും മഹത്വമുള്ളനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്, ത്രിയേക ദൈവമാകുന്നു നമ്മുടെ ആശ്വാസ കേന്ദ്രമെന്നാണ്. ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിപ്പാൻ നമുക്ക് വേണ്ടത് പാപത്തെക്കുറിച്ചുള്ള ആഴമേറിയ ദുഃഖമാണ്. ഇവിടെ ആണ് യേശു നമ്മോട് പറയുന്നത്, നാം ശ്രദ്ധിക്കേണ്ടത്, ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദൈവം എപ്രകാരം നമ്മെ ആശ്വസിപ്പിക്കും? പ്രധാനമായി 3 കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, നിത്യമായ അവിടുത്തെ സാന്നിധ്യത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ
അവിടുത്തെ ആശ്വാസം നൽകുന്ന വാഗ്ദാനം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. വീണ്ടും പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ കാലത്തും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ദാവീദ് രാജാവ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന്. വിശുദ്ധ കുർബാനയിൽ തിരുശരീര രക്തങ്ങൾ ഉയർത്തി ആഘോഷിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ആചാര്യൻ പ്രഖ്യാപിക്കുന്നത്, തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, അമൂല്യമായ തൻ്റെ കഷ്ടാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ, സകലത്തെയും പൂർത്തീകരിച്ച് തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ എന്ന് പറയുന്നു. ആശ്വാസവും ധൈര്യവും പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ഇവ ഓരോന്നുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തിരുവചനത്തിലൂടെ ആശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം ആശ്വാസ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് രാജാവ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 119-ാം സങ്കീർത്തനം 50-ാം വാക്യത്തിൽ, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 76-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എൻ്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. എന്താണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്? തിരുവചനത്തിലൂടെ നമുക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരിലൂടെ നമ്മെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ മഹത്തായ ഒരനുഭവം അന്യോന്യമുള്ള കൂട്ടായ്മയിൽ ആശ്വാസം കണ്ടെത്തുന്നതാണ്. ആ കൂട്ടായ്മയെ നാം ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു നല്ല വ്യക്തി സാധാരണ ജീവിതം ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കുകയില്ല, ആശ്വാസവാക്കുകൾ മാത്രമേ പറയുകയുള്ളൂ. അന്യോന്യം ആശ്വസിപ്പിക്കേണ്ടതും ധൈര്യപ്പെടുത്തേണ്ടതും വിശ്വാസികളുടെ കർത്തവ്യമാണ് എന്ന് നമുക്ക് ഇവിടെ അറിയാം. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നത് നല്ലത് എന്ന് സഭാപ്രസംഗി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 7-ാം അധ്യായം 2-ാം വാക്യം. പരിശുദ്ധനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിലനിർത്തുവീൻ. വിശുദ്ധ കുർബാനയിലൂടെ പുരോഹിതൻ നമ്മെ ആശ്വസിപ്പിക്കുന്നതായാണ് നാം അത് ഭാഗവാക്കാകുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പാപപരിഹാരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നാം അവനോട് പറ്റിച്ചേർന്ന് നിന്നുവെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം കുമ്പസാരിക്കാൻ പോകുന്ന അവസരത്തിലാണെങ്കിലും, കുർബാന അനുഭവിക്കാൻ പോകുന്ന അവസരത്തിലാണെങ്കിലും, കുർബാനയിൽ സംബന്ധിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ആ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട്, നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, നാം ഇനി ആ കഥ ആവർത്തിക്കുകയില്ല എന്ന് ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ ആശ്വാസദായകനായ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇതൊക്കെയുമാണ് നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർ എപ്പോഴും നമ്മളെ ഉദ്ബോധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അത് നാം ശ്രമിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.